الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة أولم يروا أن الله الذي خلقهم هو أشد منهم قوة وكانوا بآياتنا يجحدون. فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസിനികളെ, അഖില ലോക സംരക്ഷകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ നമുക്ക് നൽകിയ അളവറ്റ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ ജീവിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അനുഗ്രഹങ്ങൾക്ക് അതിന് വിരുദ്ധമായ നന്ദികേട് നമ്മിൽ നിന്നുണ്ടായാൽ വിവിധങ്ങളായ ശിക്ഷാ നടപടികളിലൂടെ നിങ്ങളെ നാം പിടിക്കുമെന്നും ശിക്ഷിക്കുമെന്നും അള്ളാഹു നമ്മോട് വിശുദ്ധ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. വലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വിശ്വാസികളെ, നിങ്ങൾ നന്ദിയോടെ ജീവിക്കുകയാണെങ്കിൽ, അതായത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നാം തിരിച്ച് അള്ളാഹു ആവശ്യപ്പെടുന്ന നിലയിലുള്ള ഇബാദാത്തുകളും മറ്റ് സൽപ്രവർത്തനങ്ങളും നമ്മിൽ നിന്നും ഉണ്ടായാൽ ലഅസീദന്നകും, നിങ്ങൾക്ക് നാം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കൊണ്ട്, നാം വളർന്നു വരുന്ന നമ്മുടെ നാടിൻ്റെ അവസ്ഥ കൊണ്ട്,
ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഏതെങ്കിലും ഒരു ചെറുതോ വലുതോ ആയ ഒരു അനുഗ്രഹം നമ്മിൽ നിന്നും നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുന്നത്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിരലുകൾ, അല്ലെങ്കിൽ കാഴ്ച, അല്ലെങ്കിൽ സംസാരശേഷി, അല്ലെങ്കിൽ കേൾവി, ബുദ്ധി, മറ്റു ഇതര അനുഗ്രഹങ്ങളെല്ലാം അളവറ്റതാണ്. ഇതിനെല്ലാം നാം നന്ദി പ്രകടിപ്പിക്കണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഈ രാജ്യം, ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മറ്റു അനുഗ്രഹങ്ങൾ പോലെ തന്നെ വലുതാണ്. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മനുഷ്യർ, മുസ്ലിങ്ങൾ അനുഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് പ്രകടിപ്പിക്കുകയും അത് പാരമ്യത്തിലെത്തുകയും ചെയ്യുമ്പോഴാണ് വിവിധങ്ങളായ നടപടികളിലൂടെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്. കമ്മഹലക്ന മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാതഹീന മനാസ്. എത്രയോ മുൻപ് നിങ്ങളുടെ മുൻപുള്ള തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ഞാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദിക്ക് പകരം കുഫർ അഥവാ നന്ദികേട് കാണിച്ചപ്പോൾ അവരെ നാം പിടിച്ചു. അവസാനം ഫനാദൗ, അവരെന്നെ വിളിച്ചു നോക്കി രക്ഷപ്പെടുത്താൻ, വലാത്ത ഹീന മനാസ്, അത് രക്ഷപ്പെടുത്താനുള്ള അവസരമല്ലായിരുന്നു, സമയം കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് അള്ളാഹു നമുക്കിവിടെ നൽകിയിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ അവസാനത്തിന് മുമ്പ് നമ്മോട് പശ്ചാത്താപം ആവശ്യപ്പെടുന്നത്. ഈ ഭൂമിയുടെ അവസാനത്തിന് മുമ്പും പശ്ചാത്താപം ആവശ്യപ്പെടുന്നു. സൂര്യൻ എന്നാണോ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ചിരിക്കണം. നിങ്ങളുടെ റൂഹ് ഓരോരുത്തരുടെയും തൊണ്ടക്കുഴിയിൽ വരുന്നതിനു മുമ്പ് നിങ്ങൾ പശ്ചാത്തപിക്കണം. അപ്പോഴേ അത് സ്വീകരിക്കുകയുള്ളൂ. ഫിർഔൻ പ്രവാചകന്മാരുടെ അള്ളാഹുവിൻ്റെ കഠിന ശത്രുവായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആളുകളെയും ക്രൂരമായ നിലയിൽ പീഡിപ്പിച്ചു ഫിറൗനും അവൻ്റെ ആളുകളും മുത്തബത്തികളും. ആ പീഡനത്തിന് അള്ളാഹു മറുപടി കൊടുത്തത് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലൂടെയും സത്യവിശ്വാസികളുടെ ദുആകളിലൂടെയും ഒക്കെയായിരുന്നു. അവസാനം ആ ഫറോവ തന്നെ, ഞാനാണ് ഏറ്റവും വലിയ ഇലാഹ്, ഞാനാണ്, എൻ്റെ കീഴിലൂടെയാണ് നൈൽ ഒഴുകുന്നത്, ഇവിടെ കാണുന്ന തോട്ടങ്ങളും ഇവിടെ കാണുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ കീഴിലുള്ളതാണ് എന്നൊക്കെ വീമ്പിളക്കി വാദിച്ചു കൊണ്ടിരുന്ന ഫറോവ അവസാനം അവൻ്റെ കൈവിട്ടു പോയപ്പോൾ അവനും പറഞ്ഞു, വഅനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. ഇസ്രായേലികൾ വിശ്വസിച്ച ഏകനായ രക്ഷിതാവ് ആരാണോ അവനിൽ ഞാനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഖാല ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനു ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. അദ്ധ്യായം യൂനുസ്. രക്ഷയില്ലാതെ വന്നപ്പോൾ അവൻ പറഞ്ഞത്, അന്നഹു, തീർച്ചയായും, ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലല്ലദീ, ഒരുത്തനൊഴികെ, ആമനതു ബിഹി, അവനെ കൊണ്ടാണ് മൂസയും ഹാറൂനും ബനു ഇസ്രായേലികളൊക്കെ വിശ്വസിച്ചത്, അവനല്ലാതെ ഞാൻ രക്ഷിതാവല്ല, വേറെ ഒരു രക്ഷിതാവുമില്ല എന്നവൻ പറഞ്ഞു. മാത്രവുമല്ല, കുറച്ചും കൂടി അവൻ പറഞ്ഞു, വഅനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. തിരിച്ച് അള്ളാഹു അവനോട് പരിധി സമയം കഴിഞ്ഞപ്പോഴുള്ള വിശ്വാസത്തിന് മറുപടി അള്ളാഹു ഇങ്ങനെയാണ് കൊടുത്തത്, ആൽ ആന വഖദ് അസൈത, ആൽ ആന വഖദ് അസൈത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദി. ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത്? ഇതിനു മുമ്പ് നിന്നോടുള്ള ഉപദേശങ്ങളും കൽപ്പനകളെല്ലാം നീ ധിക്കരിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, നീ നാശകാരിയുമായിരുന്നു. ഫിറഔനിൻ്റെ ഈമാനും ഇസ്ലാമും അള്ളാഹു സ്വീകരിച്ചില്ല. ഇത് നമുക്ക് ഗുണപാഠമായി കൊണ്ടാണ് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നത്.
ഏതോ ഒരു കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഏതോ ഒരു ദുഷ്ടനായ മനുഷ്യൻ്റെ കഥ അള്ളാഹു എന്തിന് നമ്മോട് പറയണം? വിശ്വാസികളെ, നമുക്കിതിൽ ഗുണപാഠമുണ്ട്. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫിറഔനിനോട് തുടർന്ന് അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം അതിനോടനുബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, നിന്റെ ശരീരത്തെ ഞാൻ രക്ഷപ്പെടുത്തും. ലിതകൂന, നീ ആവണം, ലിമൻ ഖൽഫക, നിന്റെ പിന്നിൽ വരുന്ന ഖിയാമം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും ആയത്തൻ, ഒരു ഗുണപാഠമാവണം. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വെല്ലുവിളിച്ച് നാശകാരിയായി ഈ ഭൂമിയിൽ താന്തോന്നിവാസിയായി ജീവിച്ചാൽ ഇതായിരിക്കും നിങ്ങളോടുമുള്ള നിലപാടുകളും അവസ്ഥയും അള്ളാഹുവിൻ്റെ പിടുത്തവും എന്ന് പിൽക്കാലത്ത് വരുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡൻ്റാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഖജാൻജി ആണെങ്കിലും നേതാവാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും ഇനി നാട്ടുമൂപ്പന്മാരാണെങ്കിലും അല്ല വീടിൻ്റെ ഭരണാധികാരിയാണെങ്കിലും എല്ലാവർക്കും ഇതിൽ ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഫാസിദായിക്കൊണ്ട്, മുഫ്സിദായിക്കൊണ്ട്, ധിക്കാരിയായിക്കൊണ്ട് ജീവിക്കരുത്. ഇതിന് ഗുണപാഠമാണ് അള്ളാഹു നമ്മെ ഈ വിഷയത്തിലൂടെ ഉണർത്തുന്നത്. യൂനുസ് അധ്യായത്തിൻ്റെ 88 മുതൽ 92 വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു ഇത് പഠിപ്പിക്കുന്ന ഇതാണ്. പക്ഷേ ഇന്ന കസീറ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഇങ്ങനെ എത്രയെത്രയോ തെളിവുകളാണ്. പ്രവാചകരെ, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ സമുദായങ്ങളോട് അവർ ധിക്കാരത്തിൻ്റെ പരിധി വിട്ടുകളന്നപ്പോൾ അവരോട് ഞാൻ സ്വീകരിച്ച നിലപാടുകൾ എത്രയാണ് നിങ്ങൾക്ക് നാം പറഞ്ഞു തന്നത്. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും അന്നും ഇന്നും ഇനി എന്നും അശ്രദ്ധരായിരിക്കും, തോന്യാസികളായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും എങ്ങനെ ജീവിക്കണമെന്നുള്ള മദ്രസ പാഠപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് അനുസരിച്ച് ജീവിക്കാനാണ്. സബ നിവാസികളെ നമുക്കറിയാം. സബ അധ്യായത്തിലൂടെ അവരെയും കൈകാര്യം ചെയ്ത രീതി അള്ളാഹു പറയുന്നുണ്ട്. ശുഐബ് നബിയുടെ ആളുകളെ കൈകാര്യം ചെയ്തതും അള്ളാഹു പറയുന്നുണ്ട്. മരക്കൂട്ടത്തിൻ്റെ വാസികൾ, ഐക്കാവാസികൾ. അഹ്ഖാഫിൻ്റെ ആളുകളെ പറ്റിയും അള്ളാഹു പറയുന്നുണ്ട്. സമൂദ് ഗോത്രത്തെപ്പറ്റി അള്ളാഹു പറയുന്നുണ്ട്. സ്വാലിഹ് നബിയുടെ ജനതയെ പറ്റിയും അള്ളാഹു പറയുന്നുണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, എണ്ണമറ്റ എത്രയോ തലമുറകളെയും നാടുകളെയും നാട്ടുകാരെയുമാണ് നാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ ഇവകളെ അള്ളാഹു നമുക്ക് എടുത്തു പറയുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഓതി ബർക്കത്തെടുക്കാൻ മാത്രമല്ല, പുണ്യം തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ തോന്യാസം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ വേണ്ടിയാണ്. ഫലസ്തീനിൽ നടക്കുന്ന ക്രൂരതകളും അക്രമങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. അവിടെ വിശ്വാസി എന്നാകട്ടെ അവിശ്വാസി എന്നാകട്ടെ, ഇതേപോലെയുള്ള ക്രൂരതകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാണ്. അവർക്കതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരും അവരത്ര കലിമ പറഞ്ഞവരാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷ ഇവർക്കാർക്കും ഉണ്ടാവുകയില്ല. ഇവിടെ നിന്ന് സമ്പത്ത് വാങ്ങി കൊണ്ടുപോയി ഉണ്ടാക്കി നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് പാവപ്പെട്ട മനുഷ്യരെ, വൃദ്ധരെയും കുഞ്ഞുമക്കളെയും ചെറുപ്പക്കാരെയും മസ്ജിദുകളും മദ്രസകളും അതുപോലെ തന്നെ ഒരു നാട് മുഴുവനും കുട്ടിച്ചോറാക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അന്വേഷണത്തിൻ്റെ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ നമ്മൾ തന്നെയാണ്, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് ഇവർക്ക് ബുദ്ധിയും ബോധവും വിവേകവും ഇനിയും ഉണ്ടാകുന്നില്ല എന്ന് പരിതപിക്കാനല്ലാതെ എന്തു പറയാൻ. അള്ളാഹു വെളിവും ബോധവും ബുദ്ധിയും അവർക്കും നമുക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ.
ഫഅമ്മ ആദുൻ, ഹൂദ് നബിയുടെ പാർട്ടി, ആദ് സമൂഹം, ഫസ്തക്ബറു ഫിൽ അർദ്, ഭൂമിയിൽ അവർ അഹങ്കരിച്ചു, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ. കണ്ടോൻ്റെ വീടും കണ്ടോൻ്റെ പറമ്പും കണ്ടവൻ്റെ വഴിയും സ്ഥലവും ഒക്കെ പിടിച്ചെടുത്ത് അഹങ്കാരപൂർവ്വം ധിക്കരിച്ചു. ഇന്നുള്ളതുപോലെ അന്നും ഉണ്ടായിരുന്നു. അവർ തുടർന്ന് പറയുന്നത് മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാളും വലിയ ശക്തിയുള്ളവൻ ആരാണുള്ളത്? ഞങ്ങൾ ഏറ്റവും വലിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള രാജ്യമാണ്, ഞങ്ങളെ വെല്ലാൻ വേറെ ആർക്കും കഴിയില്ല എന്ന ധിക്കാരമാണ് കുറേ തെമ്മാടികളായ ആളുകൾക്ക് ഇതെല്ലാം വീണ്ടും വീണ്ടും ചെയ്തു കൂട്ടുന്നതിന്, സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം, ഈ ലോകം ഞങ്ങളാ ഭരിക്കുന്നത്, അടക്കി ഒതുക്കി ഭരിക്കുന്നത്. ഞങ്ങളെ എതിർക്കാനോ ഞങ്ങളോട് സംസാരിക്കാനോ ഞങ്ങൾ പറയുന്നതല്ലാതെ അംഗീകരിക്കാനോ ഒരാൾക്കും ഞങ്ങൾ അവസരം കൊടുക്കുകയില്ല. അന്നും അങ്ങനെ പറഞ്ഞിരുന്നു കുറേ പോക്കിരികളും തെമ്മാടികളും. അവലം യറൗ, അള്ളാഹു ചോദിച്ചു അവരോട്, ആദ് സമൂഹത്തോട്, ഹൂദ് നബിയുടെ ആളുകളോട്, അവരാർ കണ്ടിട്ടില്ലേ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച അള്ളാഹു അവരെക്കാൾ ശക്തനാണ്, ബലവാനാണ്. എത്ര നിലയിലുള്ള ആയുധങ്ങൾ ഇന്നുണ്ടാക്കി വച്ചാലും അതിനെല്ലാം മുകളിൽ ഒരാളുണ്ട്, ഒരുത്തനുണ്ട് എന്ന് അന്നുള്ളവരോട് പറഞ്ഞതുപോലെ ഇന്നും അള്ളാഹു ചോദിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ. സൂറ ഫുസ്സിലത്തെ ഹാമീം സജദ. അവരെ സൃഷ്ടിച്ച രക്ഷിതാവ് അവരുടെ മുകളിൽ അവരെക്കാളും ബലവാനായി ഉണ്ട് എന്ന കാര്യം അവരെന്തുകൊണ്ട് മറന്നു കളയുന്നു? ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ, നിസാരമായ വസ്തു കൊണ്ടാണ് അന്നുള്ള മല്ലന്മാരെ ഞങ്ങളെക്കാൾ ബലവാനായി ശക്തന്മാരായി ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് ഇന്ന് പറയുന്നത് പോലെ അന്നും പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു. അവരെ അള്ളാഹു കൈകാര്യം ചെയ്തത് ചെറിയ, ഏറ്റവും ചെറിയ അള്ളാഹുവിൻ്റെ ഒരു നടപടികളിലൂടെയാണ്. തുടരെ ശക്തമായ നിലയിൽ തണുപ്പോടു കൂടിയ കാറ്റിനെ അള്ളാഹു ആ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരു ബോംബറും വേണ്ട, ബീറ്റും വേണ്ട, മിസൈലുകളും വേണ്ട, ഒന്നും വേണ്ടാത്ത നിലയിൽ വെറുതെ കാറ്റിനെ അള്ളാഹു പറഞ്ഞയച്ചു. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫി അയ്യാമിൻ നഹിസാത്തിൻ, നഹിസാത്ത് അഥവാ ദുഷിച്ച ദിവസത്തിൽ, അഥവാ അവർക്ക് സഹിക്കാൻ പറ്റാത്ത നിലയിലുള്ള തണുപ്പോടു കൂടി ഇടതടവില്ലാതെ, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു സമാധാനവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം കട്ട പിടിച്ചു പോകത്തക്ക നിലയിലുള്ള കൊടും തണുപ്പും ആയി കാറ്റിനെ അള്ളാഹു അവരിലേക്ക് പറഞ്ഞയച്ചു. ലിയുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ, ഞങ്ങളെക്കാളും വലിയ രാജ്യക്കാരോ, ഞങ്ങളെക്കാളും വലിയ ആരോഗ്യമുള്ളവരോ, ഞങ്ങളെക്കാളും വലിയ ആയുധ സാമഗ്രി ശേഷികൾ ഉള്ളവരോ, ഞങ്ങളെക്കാളും വലിയ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉള്ള ആരുമില്ല എന്ന് അന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞിരുന്ന ആ ആളുകളെ അള്ളാഹു നിസ്സാരമായ നിലയിൽ കൈകാര്യം ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനിയോ വലഅദാബുൽ ആഖിറത്തി അക്ബർ, ആഖിറത്തിൽ മരിച്ചതിന് ശേഷം അവർക്ക് അള്ളാഹു കൊടുക്കാനിരിക്കുന്നത് അഖ്സ, ഇതിലും ഗൗരവമുള്ളതും വളരെയധികം വേദനയുള്ളതുമായിരിക്കും എന്ന് അള്ളാഹു അന്ന് നടന്ന സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അള്ളാഹു അറിയിക്കുന്നു. ശേഷം സാലിഹ് നബി വന്നു. അദ്ദേഹവും ജനങ്ങളെ ഉപദേശിച്ചു നോക്കി. അനുസരിക്കാൻ അവർ തയ്യാറല്ല. ഇന്നുള്ളതുപോലെ അന്നുമുണ്ട്, എന്നും ഉണ്ടാകും. അള്ളാഹു പറയുന്നു, വകാന ഫിൽ മദീനത്തി തിസ്അത്തു റഹ്തിൻ, സാലിഹ് നബിയുടെ നാട്ടിൽ 9ഓളം പോക്കിരികൾ ഉണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർദി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല അവരുടെ ജോലി. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയും അവരിലില്ല. അവരെയും അള്ളാഹു സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹു കൈകാര്യം ചെയ്തു. എൻ്റെ സഹോദരങ്ങൾ, ഈ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയമല്ല സമയം.
നമുക്ക് ഇന്ന് ദുആ ചെയ്യുമ്പോൾ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി, അല്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും കിട്ടിയിരിക്കണം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ ശത്രുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്തുദു അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു ഹത്താ യറബുൽ അദാബൽ അലീം ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ വലാ തത്തബിഅനി സബീലൽ ലദീന ലാ യഅലമൂൻ. അവരുടെ പ്രാർത്ഥന അതായിരുന്നു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇത്തുമിസ് അലാ അംവാലിഹിം, അവരുടെ സമ്പത്ത് നീ തകർത്ത് കളയണേ അല്ലാഹ്. അള്ളാഹു ഇവരുടേതും തകർത്ത് കളയട്ടെ. വസ്തുദു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നീ ശക്തമായ ഒരു പിടുത്തം പിടിക്കണം തമ്പുരാനെ. ഫലാ യുഅ്മിനു, ഫിറഔനും അവൻ്റെ ആളുകളും വിശ്വസിക്കൂല, അല്ലാഹ് ഗ്യാരണ്ടിയാണ്, ഉറപ്പാ. ഹത്താ യറബുൽ അദാബൽ അലീം, ശക്തമായ നിന്റെ ശിക്ഷ അവർ കാണാതെ പടച്ചോനെ ഇവന്മാർ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് നിന്നിൽ നിന്നുള്ള നടപടി ഉണ്ടാകണം. അവരുടെ സമ്പത്ത് മുഴുവനും തകർത്ത് നശിപ്പിച്ച് കളയണം, അവരെ നീ പിടിക്കണമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും മുസ്ലിങ്ങളും പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാൽ ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, മറുപടി നൽകിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു, തഫ്സീറുകളിൽ കാണാം, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു, അവർ റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്തുദു അലാ ഖുലൂബിഹിം, അവരുടെ സമ്പത്ത് നശിപ്പിക്കണം, പടച്ചോനെ അവരെ നീ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞതിന് 40 വർഷം കഴിഞ്ഞപ്പോഴാ ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൽ നിന്ന്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ഉന്നതനായ പ്രവാചകനാണ്. തീരാ രോഗം കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടു എന്നല്ല, സഹിക്കെടുന്ന അവസ്ഥ പോലും ഉണ്ടായി. പക്ഷെ അദ്ദേഹം പിടിച്ചു നിന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, പിശാച് എന്നെ തൊട്ടിരിക്കുന്നു, എന്നെ സ്പർശിച്ചിരിക്കുന്നു, നിന്നിൽ മാത്രമാണ് രക്ഷയും അഭയവും ഉള്ളത്. അള്ളാഹു ഇദ്ദേഹത്തെ എത്ര വർഷമാണ് പരീക്ഷിച്ചത്? 18 വർഷമാണ് പരീക്ഷിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. നാം ആരും നിരാശരാവേണ്ടതില്ല. അള്ളാഹു അതിനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള അവസ്ഥകൾ ഇന്നാട്ടിലേക്കും മറ്റു ഇതര നമ്മുടെ നാടുകളിലേക്കും വരാതെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പൊളിച്ചെഴുതാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾക്ക് നൽകിയ സൗന്ദര്യവും ഒലീവുമൊക്കെ ഞങ്ങൾക്കുള്ളതും അനുഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മെ ആരും കൈകാര്യം ചെയ്യാനില്ല എന്ന് ഞാനും വിചാരിക്കണ്ട, നിങ്ങളും വിചാരിക്കണ്ട. അള്ളാഹു ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ നിരീക്ഷിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അവസാനമുള്ള അധ്യായത്തിൽ കാണാം, നിന്റെ റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്രമി ഏതുവരെ പോകും, അല്ലാത്തവരും ഏതുവരെ പോകും. ആ പോക്കിൻ്റെ സമയം പരിധി കഴിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ നടപടികൾ പല നിലയിൽ വരുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ എണ്ണിക്കണക്കാക്കുന്ന വർഷം ചിലപ്പോൾ 2, 3, 5, 7, ചിലപ്പോൾ 8, 10 ഒക്കെ കഴിഞ്ഞേക്കാം. അപ്പോഴേക്കും നാം അസ്വസ്ഥരായി അസ്വസ്ഥത പ്രകടിപ്പിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാനേ പാടില്ല. ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഒന്നേ വഴിയുള്ളൂ, നമ്മുടെ ജീവിതത്തെ നാം എല്ലാ മേഖലകളിലും പൊളിച്ചെഴുതുക. അതായത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നാം മടങ്ങി വരിക. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, ഇസ്രായേൽ എന്ന് പറയുന്ന അക്രമിയും അവൻ്റെ കൂട്ടുകാരന്മാരായ അക്രമികളും ചെയ്യുന്നതൊന്നും അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അള്ളാഹ് അശ്രദ്ധയിലാണ്. ഈ രീതിയിലുള്ള കൊലപാതകങ്ങളും നശിപ്പിക്കലും നാടുകടത്തലും ഓടിക്കലും ഒന്നും അള്ളാഹു കാണുന്നില്ല എന്ന് നാം വിചാരിക്കണ്ട.
ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അള്ളാഹു അവരെ പിന്തിക്കുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടി പിന്തിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതേപോലെയുള്ള നിരവധി ആയത്തുകളും വ്യത്യസ്തങ്ങളായ ഹദീസുകളും വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൽ നിന്നുള്ള ഗൗരവമായ ശിക്ഷാ നടപടികൾ നമ്മിലേക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് നാം ഇവിടെ നന്നാവുക. അപ്പോൾ നാം ഇവിടെയും രക്ഷപ്പെട്ടവരാകും, നാളെ അവിടെയും രക്ഷപ്പെട്ടവരാകും. വലാ തഹ്സബന്ന അല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുല. മുർസലീങ്ങളെ സഹായിക്കാം, മുഅ്മിനുകളെ സഹായിക്കാം, മുസ്ലിങ്ങളെ സഹായിക്കാം എന്ന് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്. അതവൻ ലംഘിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഉറപ്പാണ്. അവർ മുർസലികളായിരുന്നു. എന്നിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും വർഷമെടുത്തെങ്കിൽ, 18 വർഷമെടുത്തു പ്രവാചകന്റെ രോഗം മാറാനെങ്കിൽ, 40 വർഷമെടുത്തു അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരം പ്രത്യക്ഷത്തിൽ വന്ന് ഫറോവയെയും ഖിബ്തികളെയും ഒക്കെ മുക്കിക്കൊല്ലാൻ എടുത്തുവെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കും ചിലപ്പോൾ സമയമെടുത്തേക്കാം ഇവിടെ മറുപടി കിട്ടാൻ. ഇല്ലെങ്കിൽ നാളെ മരണത്തിന് ശേഷം നമുക്ക് മറുപടി കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസത്തെ ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരു ഭാഗത്തും ഒരു മേഖലയിലും അതിന് കുറവ് വരാനോ അതിന് ശേഷി ഇല്ലായ്മ ഉണ്ടാവാനോ നാം സമ്മതിക്കരുത്. ഇതെല്ലാം അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അവൻ്റെ പരീക്ഷണം അത് നടന്നുകൊണ്ടേയിരിക്കും. പരീക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. ഇല്ലെങ്കിൽ വലയും കഫർത്തും, നിങ്ങൾ നന്ദികേടാണ് നിങ്ങൾ വച്ചു പുലർത്തുന്നതെങ്കിൽ, ഇന്ന അദാബി, തീർച്ചയായും എൻ്റെ ശിക്ഷ ലശദീദ്, സഹിക്കാൻ പറ്റൂല എന്ന് അള്ളാഹു പറഞ്ഞതിൽ പെടാതെ എന്താണോ വഴി അത് നാം ഓരോരുത്തരും ഉണ്ടാക്കിയേ പറ്റൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ഖൗമും ചൊവ്വാവാൻ തീരുമാനിക്കാതെ അവരുടെ അവസ്ഥകളെ മാറ്റാൻ അള്ളാഹു തീരുമാനിച്ചിട്ടേയില്ല. ഏതൊരു ജനതയും ഏതൊരു നാട്ടുകാരുമാണോ പ്രയാസപ്പെടുന്നത്, ആ പ്രയാസം അവരിൽ നിന്നും മാറ്റണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അത് മാറ്റാൻ കഴിയൂ. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് അള്ളാഹു മാറ്റം കൊടുക്കും. അല്ലെങ്കിൽ അവരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന നിലയിൽ മുൻഗാമികളെ കൈകാര്യം ചെയ്തതുപോലെ നശിപ്പിച്ചു കളയും. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെറിയ വലിയ അനവധി സൈന്യങ്ങളുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശത്രുവായിരുന്ന നമ്രൂദിനെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഏറ്റവും കൊച്ചു ജീവിയെ കൊണ്ടാണ് കൈകാര്യം ചെയ്തത്. ഇങ്ങനെയാണ് അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് അള്ളാഹു ഉണ്ടാകാനെന്ന് പറയുന്നു, അതപ്പോൾ ഉണ്ടാകുന്നു, അങ്ങനെ അങ്ങ് നടക്കുന്നു. അതിന് കാരണം തേടി പോകേണ്ടതില്ല, കാരണം നമുക്ക് കിട്ടുകയുമില്ല. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള വഴി അള്ളാഹുവിൻ്റെ പ്രമാണമായ വിശുദ്ധ ഖുർആനും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്ന ജീവിത രീതിയും അല്ലാതെ ഒരു പടിഞ്ഞാറുകാരൻ്റെയും കിഴക്കുകാരൻ്റെയും വടക്കുകാരൻ്റെയും തെക്കുകാരൻ്റെയും പുറകെ നമ്മൾ പോയാൽ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് രക്ഷയില്ല. ഒരാളും നമ്മെ സഹായിക്കാൻ വരില്ല. എത്ര നാം സിന്ദാബാദ് വിളിച്ചാലും ഇൻകുലാബ് വിളിച്ചാലും പ്രകടനങ്ങൾ നടത്തി, ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പ്രകടനങ്ങൾ നടത്തിയാലും ഞാനും നിങ്ങളും ശുദ്ധരായേ പറ്റൂ. ശുദ്ധരാവാതെ റോഡിലൂടെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഒന്ന് നടന്നത് കൊണ്ടൊന്നും അള്ളാഹുവിൽ നിന്നുള്ള സഹായം വരികയില്ല. അള്ളാഹുവിൻ്റെ ജുനൂദുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജുനൂദിനെ അള്ളാഹു പറഞ്ഞയക്കണമെങ്കിൽ നമ്മുടെ കൈകൾ ഉയരുമ്പോൾ ശുദ്ധമായ കൈയായിരിക്കണം. നമ്മുടെ നാവുകളിൽ നിന്നും യാ അല്ലാ എന്ന് വിളിക്കുമ്പോൾ പവിത്രമായ നാവ് കൊണ്ടായിരിക്കണം വിളിക്കേണ്ടത്. നാവിലേക്ക് കയറി വരുന്ന രക്തവും അതുപോലെ തന്നെ മറ്റു ഇതര ആരോഗ്യ വസ്തുക്കളെല്ലാം വയറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹലാലായ രക്തം കൊണ്ടായിരിക്കണം. അങ്ങനെ ആവണമെങ്കിൽ ഹലാൽ നാം കഴിക്കണം. ഈ ഒരു നിലപാട് നമുക്കില്ലെങ്കിൽ, നബി പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനുണ്ട്, അവൻ ധരിച്ചതും
അവൻ തിന്നതും അവൻ കുടിച്ചതും എല്ലാം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം മശ്റബുഹു വമഅ്കലുഹു വമത്അമുഹു എല്ലാം ഹറാമിലാണ്. വഉദിയ ബിൽ ഹറാം, ഹറാമിൽ അവനെ പൊതിഞ്ഞു. യാ റബ്ബി എന്നവൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആകാശത്തേക്ക് കൈ ഉയർത്തി കണ്ണുയർത്തി അവൻ നിലവിളിക്കുകയാണ്. അന്നായുസ്തജാബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയായി അവന് മറുപടി കിട്ടുന്നത്? അതായത് എനിക്കും നിങ്ങൾക്കും എങ്ങനെ മറുപടി കിട്ടുമെന്നാണ് അന്ന് ചോദിച്ചത്. ഫലസ്തീനികൾക്ക് എങ്ങനെ മറുപടി കിട്ടുമെന്നാണ് ചോദിച്ചത്. സൗദികൾക്ക് എങ്ങനെ കിട്ടും, ഖത്തറികൾക്ക് എങ്ങനെ കിട്ടും, ഒമാനികൾക്ക് എങ്ങനെ കിട്ടും, മുസ്ലിം രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കും അല്ലാത്ത നാടുകളിലുള്ള മുസ്ലിങ്ങൾ എന്ന് പേര് പറയുന്നവർക്കും അന്നായുസ്തജാബ് എങ്ങനെ മറുപടി കിട്ടാനാ? അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്നും നാം രക്ഷപ്പെടണമെങ്കിൽ, അള്ളാഹു പിടിക്കുക എന്ന് പറയുമ്പോൾ ഒറ്റ അടിക്ക് വരുന്ന ഏതെങ്കിലും ശിക്ഷ മാത്രമല്ല, ഈ വരുന്നതും അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. നമ്മളാരും മിടുക്കന്മാരല്ല, നമുക്കും ചിലപ്പോഴൊക്കെ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനു മുമ്പ് എൻ്റെ സഹോദരങ്ങളെ നാം സടകുടഞ്ഞെഴുന്നേറ്റേ പറ്റൂ. ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികുഹാ ഖബ്ല യൗമിൽ ഖിയാമ ഔ മുഅദ്ദിബുഹാ അദാബൻ ശദീദൻ കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ. ഒരു നാടുമില്ല, എല്ലാത്തിനെയും നാം നശിപ്പിക്കും ഖിയാമത്തിന് മുമ്പ്, അല്ലെങ്കിൽ കഠിനമായി നാം ശിക്ഷിക്കും. ഇത് കൃത്യം റിക്കാർഡിക്കലാക്കപ്പെട്ടു പോയതാ ഇസ്രാ 58 ആയത്ത്. അതുകൊണ്ട് നാം എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധത നാം പരിശോധിച്ചു കൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ മുൻഗാമികളെ അള്ളാഹു കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യും. ആളുകളെ പറഞ്ഞുവിടും. നിയമങ്ങൾ കൊണ്ടായിരിക്കാം, പിന്നെ പല നിലയിലുമായിരിക്കാം. തുടർന്ന് അള്ളാഹു പറയുന്നു, ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ ഫതിൽക ബുയൂതുഹും ഖാവിയ. ഞാൻ കൈകാര്യം ചെയ്ത ആളുകൾ ആരാണ്? ഞങ്ങളെക്കാളും ശക്തര്, മല്ലര്, ഞങ്ങളുടെ ബോംബറിനെയൊക്കെ കവച്ചു വെക്കാൻ ആരാ ഉള്ളത്? ഞങ്ങളുടെ കയ്യിൽ എണ്ണമറ്റ അനുഭവമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ആരും വരട്ടാൻ വരില്ല എന്നൊക്കെ വിചാരിച്ച് അന്ന് അനുഭവം ഇല്ലെങ്കിൽ ഇന്ന് അനുഭവമൊക്കെ ആയിട്ട് പറയുന്നവരോടും അള്ളാഹു ഉണർത്തുന്നത് ഇതാ, അന്ന് ഉണ്ടായിരുന്ന എല്ലാവിധ സൗകര്യങ്ങളുമായി അഹങ്കാരത്തോടെ ജീവിച്ച ആളുകളെ ഞാൻ കൈകാര്യം ചെയ്തു. ഫതിൽക ബുയൂതുഹും ഖാവിയ, അവരുടെ വീടുകളിലേക്കൊന്ന് എത്തി നോക്ക്, ഒരു മനുഷ്യനുമില്ല അവിടെ. പിറ്റേ ദിവസമായപ്പോഴേക്കും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ബിമാ ളലമു, അക്രമം ചെയ്തുകൊണ്ടാണ്. ഇന്നിവന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള അക്രമം അന്നും ഉണ്ടായിരുന്നു. ഇത്രയും കൂട്ടമായ നിലയിലില്ലെങ്കിലും അന്നും ആളുകൾക്ക് കഴിയുന്ന നിലയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, വ്യത്യസ്തങ്ങളായ നിലയിൽ അവരെ അള്ളാഹു കൈകാര്യം ചെയ്തതുപോലെ ഇവരെയും ഇൻഷാ അല്ലാ റബ്ബ് കൈകാര്യം ചെയ്യും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വ ഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, അവൻ ആ സൈന്യത്തിനെ പറഞ്ഞേക്കും. സഹോദരങ്ങളെ, അബ്ദുൽ മുത്തലിബ് ആരാ? മുസ്ലിം അല്ലല്ലോ. അങ്ങേര് പോലും പ്രാർത്ഥിച്ചില്ലേ, അള്ളാഹുവേ നിന്റെ പള്ളി പൊളിക്കാൻ ഇവന്മാർ വരികയാ, എന്നെ കൊണ്ടാവൂല ഈ ദുഷ്ടന്മാരെ തടഞ്ഞു നിർത്താൻ. വലിയ സൈന്യവുമായിട്ടാണ് ആ പോക്കിരികൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ വീടിനെ നീ നോക്കിക്കൊള്ളണം. അള്ളാഹു നോക്കിയില്ലേ? പരിശുദ്ധ കഅബയുടെ ചാരത്തേക്ക് വരാൻ പോലും സമ്മതിക്കാതെ മിനയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും പക്ഷികളെ അള്ളാഹു പറഞ്ഞയച്ചില്ലേ? ആരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്? മുസ്ലിം അല്ലാതിരുന്നിട്ട് പോലും അബൂ താലിബിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മുസ്ലിമായ കോടിക്കണക്കിന് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഒന്നാമത്തെ ഖിബല പൊളിക്കാൻ വേണ്ടി ദുഷ്ടന്മാർ തയ്യാറെടുക്കുമ്പോൾ, എൻ്റെ വിശ്വാസികളെ, വിശ്വാസിനികളെ, നമുക്ക് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അല്ലാതെയും ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ച് റബ്ബിൻ്റെ കവാടം തുറക്കാൻ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയുന്നില്ല? നാം പ്രാർത്ഥിക്കുന്നില്ല.
നമ്മുടെ ഒന്നാമത്തെ ഖിബല പൊളിച്ച് വേറെയൊക്കെ ഉണ്ടാക്കണമെന്ന ദുഷ്ടന്മാർ വാദിക്കുന്നത്, അതിനു വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവൻ്റെ കൂട്ടാളി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സമ്പത്ത് നമ്മളും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ പ്രാർത്ഥന കേട്ട രക്ഷിതാവ് ഇവിടെയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കും റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു ഇറ്റുവീഴുന്ന കണ്ണുനീര് റബ്ബിന് തൃപ്തിയാണ്. കണ്ണുനീര് ഇറ്റുവീഴാൻ പാകം ആയ നിലയിലുള്ള പ്രാർത്ഥനകളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ഭക്ഷണവും നാം ആക്കി തീർക്കണം. ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ തലയിലേക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നെട്ടോട്ടം ഓടാമെന്നല്ലാതെ ഒരു രാജ്യക്കാരും ആരും ഒന്നും പറയുകയുമില്ല, സഹായിക്കുകയുമില്ല, പറഞ്ഞിട്ടിട്ട് കാര്യവുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ റബ്ബ് നമുക്കും എല്ലാ കലിമ പറഞ്ഞവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين هاجروا وأخرجوا في ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നു, ഫല്ലദീന ഹാജറു, പാലായനം ചെയ്ത ഒരു വിഭാഗം ആളുകൾ, ഉഖ്രിജു മിൻ ദിയാരിഹിം, അവരുടെ നാടുകളിൽ നിന്നും അവരുടെ വീടുകളിൽ നിന്നും അവരെ പുറത്താക്കപ്പെട്ടു. വഊദു ഫി സബീലി, എൻ്റെ മാർഗത്തിൽ അവരെ പീഡിപ്പിക്കപ്പെട്ടു. വഖാത്തലു, അങ്ങനെ അവർ പോരാടി. വഖുതിലു, അങ്ങനെ അവർ കൊല്ലപ്പെട്ടു. ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, തീർച്ചയായും അവരുടെ പാപങ്ങളെ നാം പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസികളും വിശ്വാസിനികളുമായ നമ്മുടെ ജീവിതം എന്നത് അടിസ്ഥാനപരമായി നാളെയാണ്. ബർസഖ് മുതൽ തുടങ്ങുന്നു. ഇവിടെ നാം വന്നിരിക്കുന്നത് അല്പസമയത്തേക്കുള്ള ജീവിതത്തിൽ കുറച്ചൊക്കെ സമ്പാദിച്ച് ബാക്കി അള്ളാഹുവിൻ്റെ കാരുണ്യവും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കുറഞ്ഞ 60, 70, 80 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച് വിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ച് നമ്മൾ പോയി അടുത്ത ഒരു ലോകത്തുള്ള നമ്മുടെ ജീവിതം നമുക്ക് എന്നും സന്തോഷകരമാക്കി തീർക്കണം. അള്ളാഹു പറയുന്നു, ഇങ്ങനെ ഈ പീഡനം അനുഭവിക്കുന്ന, നാട്ടിൽ നിന്ന് പുറത്താക്കിയ, ഈ പ്രയാസം അനുഭവിക്കുന്ന ആ ദുഷ്ടന്മാരോട് പോരാടിയ, അങ്ങനെ കൊല്ലപ്പെട്ടവർക്ക് നാം പൊറുത്തു കൊടുക്കുക തന്നെ ചെയ്യും. വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി, അനുഗ്രഹീത സ്വർഗത്തിൽ ആ മനുഷ്യരെ, ആ വിശ്വാസികളെ നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ, അവരുടെ ആരാമങ്ങൾക്ക് കീഴിലൂടെ സൈഡിലൂടെ നദികൾ ഒഴുകുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ പാനീയങ്ങളുമായി. സവാബൻ മിൻ ഇൻദില്ലാഹ്, ഹിജറ പോയ, പോരാടിയ, പീഡിപ്പിക്കപ്പെട്ട, വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അങ്ങനെ പോരാടി കൊല്ലപ്പെട്ട അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ പ്രതിഫലമാണിത് എന്ന് അള്ളാഹു അറിയിക്കുന്നു. അള്ളാഹു അശുഹദാക്കൾക്ക് അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുത്തി ഉന്നതമായ പ്രതിഫലം അള്ളാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ലാ യഗുറന്നക തഖദ്ദുമുൽ ലദീന കഫറു ഫിൽ ബിലാദ്,
നാടുകളിൽ കുഴപ്പമുണ്ടാക്കുന്ന കാഫിറുകളെ, സത്യനിഷേധികളുടെ പെരുമാറ്റവും അവരുടെ ജീവിതവും അവരുടെ ആഹ്ലാദവും അവരുടെ സന്തോഷവും കൊണ്ട് നബിയെ തങ്ങൾ വിഷമിക്കേണ്ടതില്ല, തങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. മത്താഴും കലീൽ, കുറച്ചവരൊന്ന് അനുഭവിച്ചോട്ടെ, ഒന്ന് സുഖിച്ചോട്ടെ. സുമ്മ മഅ്വാഹും, പിന്നീട് അവർക്ക് വരാനുള്ളത് ജഹന്നം, കത്തിക്കാളുന്ന നരകമാണ്. വബിഅ്സൽ മിഹാദ്, വളരെ മോശമാണ് വാസസ്ഥലം. ഇതായിരിക്കും കാഫിറുകൾക്ക്, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവർക്ക് അള്ളാഹു തയ്യാറാക്കി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിനെ അറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ സുന്നത്തിനെ എല്ലാ മേഖലകളിലും നാം തുടരുക. ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പൂർണ്ണമായി നാം ഒഴിവാകുക. സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി നാം നിരന്തരം പ്രാർത്ഥനകളിൽ ഏർപ്പെടുക. നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം നാം ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖല ശുദ്ധമാക്കി തീർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അതിനുള്ള തൗഫീക്ക് തരട്ടെ. എല്ലാ ബാധ്യതകളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. പലിശയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ